ഇസാക്ക്, RSSന് ഗാന്ധി കുടുംബത്തെ വിടാൻ ഉദ്ദേശമില്ലേ? RSSനെ പറ്റി പറയുമ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ലോകത്താകമാനം ശ്രദ്ധയാകർഷിച്ച ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ RSS എന്നുള്ളത്. അങ്ങനെയുള്ള RSS കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധിയെ ഒരു പൊതുപരിപാടിക്ക് സംബന്ധിക്കാനെത്തിയ അദ്ദേഹത്തെ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ RSS വിമർശനത്തിന്റെ പേരിൽ തടയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുഷാർ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ ഇന്ത്യയിലുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ഗാന്ധിയനുമൊക്കെയാണ്. അദ്ദേഹം RSS വിമർശനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിലുള്ള BJP RSS പ്രവർത്തകരാണ് അദ്ദേഹത്തെ തടഞ്ഞിരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പോലീസ് തന്നെ എത്തിയത് അദ്ദേഹം അവിടെ നിന്നും പോയതിന്, ഈ തടയാനെത്തിയ ആളുകൾ പോയതിന് ശേഷമാണ് എന്നതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത്. അവിടെ ഒരു പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടാണ് തുഷാർ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തിയത്. തുഷാർ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന പൊയ്ഷനാണ്, ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന വിഷമാണ് RSS എന്നുള്ള നിലപാടുള്ള വ്യക്തിത്വമാണ് തുഷാർ ഗാന്ധി എന്നുള്ളത്. നേരത്തെ തന്നെ ഗാന്ധിയെ കൊലപ്പെടുത്താൻ നാഥുറാം വിനായക് ഗോഡ്സെക്കുണ്ടായ കാരണങ്ങൾ എന്നുള്ളത് അത് കൃത്യമായിട്ട് ഗാന്ധി ഉയർത്തിയ ആശയങ്ങളായിരുന്നു. ഇന്ത്യ എന്ന അഖണ്ഡ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വിവേചനമില്ലാതെ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകത ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിന് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നാഥുറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം RSSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം സംസാരിച്ചിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. RSSന്റെ വിദ്വേഷത്തിന്റെ ബാക്കി പത്രമാണ് ഇതിൽ നിന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ കേരളത്തിലുള്ള സാംസ്കാരിക നായകന്മാരൊന്നും ഇതുവരെയും എന്തെങ്കിലും മൊഴിഞ്ഞതായിട്ട് നമ്മൾക്ക് അറിവില്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഈ തുഷാർ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുള്ളത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ പറയുന്നുള്ളത് BJP അല്ല RSS ആണ് പ്രശ്നം എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ ഒരാളും പറയാത്ത കാര്യമാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ BJPക്കോ എതിരെ, BJP സർക്കാരിനെതിരെ ആളുകൾ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതൊക്കെ ഒരു സർക്കാരിന് വിമർശനം എന്നുള്ള രീതിയിൽ അവസാനിക്കാറാണ് പതിവ്. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി വ്യക്തമായിട്ട് RSSനെ പറയുന്നു എന്നുള്ളതാണ് തുഷാർ ഗാന്ധിക്കെതിരെ രംഗത്ത് വരാനും അദ്ദേഹത്തെ തടയാനും RSS BJP പ്രവർത്തകരെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം എന്നുള്ളത്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതൃത്വവും പ്രതിപക്ഷവും ഒക്കെ കേവലം പറയുന്നുള്ളത് BJP ഗവൺമെന്റിനെയും നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ആണ്. അതിനപ്പുറമുള്ള RSS എന്നുള്ള ഐഡിയോളജി, RSS ഉയർത്തുന്ന ഐഡിയോളജി, RSSന്റെ പ്രവർത്തനം, RSSന്റെ ലക്ഷ്യം, RSSന്റെ സംവിധാനം, RSSന്റെ സംഘടനാ സംവിധാനം, RSS എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും കമന്റ് ചെയ്യാറില്ല. ആരെങ്കിലും അത് കൃത്യമായിട്ട് പഠിക്കുകയോ അതിനെപ്പറ്റി പറയാറോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ ആരും മുമ്പോട്ട് വരാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം തുഷാർ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ അതിന് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമുള്ളത്. RSSനെ പറ്റി ഇവിടുത്തെ പൊതുജനത്തിന് പോലും കൃത്യമായിട്ടുള്ള അറിവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ വലിയ ശത്രുവായി കാണുന്ന ഒരു സംഘടനയെ പറ്റി മുസ്ലിം സമുദായത്തിന് പോലും കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BJPയെയോ മോദിയെയോ അമിത്ഷായോ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണുകയും RSSനെ ഒരു പ്രശ്നമാവാതെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തുഷാർ ഗാന്ധിയുടെ വിമർശനങ്ങൾ ശ്രദ്ധേയമാവുന്നത്. പ്രത്യേകിച്ചും 1925 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള RSS
ഇപ്പോൾ അവരുടെ 100 വർഷത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യം ഒരു ഹിന്ദു രാജ്യം എന്നുള്ള കാര്യം ഉണ്ടാക്കുമെന്ന്. അതിനുവേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതും ഉണ്ടാക്കിയതും എന്നാണ് അവർ പറയുന്നുള്ളത്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാജ്യം ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നോ, ഭരണഘടന അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ പോലും RSSനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും RSSന്റെ ഭരണഘടന എന്താണ്, അതിന്റെ നേതൃത്വങ്ങൾ ആരൊക്കെയാണ്, അതിന് പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെയുള്ള നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത് എന്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്, എന്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ, ഇതൊന്നും ആർക്കും അറിയില്ല, ആർക്കും മനസ്സിലാവുകയുമില്ല. ഇതിനെപ്പറ്റി RSS എന്നുള്ളത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകം തന്നെ ഈ 2014 BJP അധികാരത്തിലേറിയതിനു ശേഷം RSS എന്നുള്ള സംഘടനയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതിന്റെ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ 100 വർഷത്തിൽ കൂടുതലായി പ്രവർത്തിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടന ഇതിനു മുമ്പ് ലോകത്തുണ്ടായിട്ടില്ല. ഏതൊരു ഫാസിസ്റ്റ് പ്രസ്ഥാനവും അത് 100 വർഷത്തിൽ കൂടുതൽ തികച്ചിട്ടില്ല, 100 വർഷം കഴിഞ്ഞ് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമാണ് RSSന്റെ ചരിത്രം എന്നുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ RSSന്റെ പ്രത്യേകത എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്നാണ് അതിന്റെ വിമർശകരടക്കം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സംഘടന ഇന്ത്യയിൽ നടന്ന നിരവധി ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ കലാപങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, ബോംബ് സ്ഫോടനങ്ങളിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും RSSന്റെ പ്രവർത്തകർ പ്രതിയാവുകയും RSS ആരോപണം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരെപ്പറ്റി കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതും അവരെ കൃത്യമായി പഠിക്കുക എന്നുള്ളതും ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇല്ലാതിരിക്കുകയും RSSനെ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിൽ, RSSന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ പലപ്പോഴും ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതൃത്വം, പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം അടക്കം പലപ്പോഴും പരാജയപ്പെട്ടതിന്റെ കൂടി ഉദാഹരണമാണ് രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇതാണ് തുഷാർ ഗാന്ധി കൃത്യമായിട്ട് കാണിക്കുന്നുള്ളത്, അദ്ദേഹം വരച്ചു കാണിക്കുന്നുള്ളത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തെ തടഞ്ഞതിന് ശേഷം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷവും അദ്ദേഹം പറയുന്നുള്ളത് RSSനെതിരെ പറയുന്നതിൽ നിന്നും താൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നും, അവർ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നമാണ് എന്നും, ഈ രാജ്യത്തിന് അപകടകരമായ ഒരു സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ അത്തരം മുദ്രാവാക്യങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് RSS എന്നുമാണ് അദ്ദേഹം അതിനുശേഷവും പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് സത്യത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദങ്ങൾ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ഒതുക്കാനും കൃത്യമായിട്ട് അടിച്ചമർത്താനും RSSന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അവരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഭരണതലത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന RSSന്റെ അജണ്ടകളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുഷാർ ഗാന്ധിക്കെതിരായ ഈ അതിക്രമത്തിൽ ഒരു പുതുമയുമില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, തിരുവനന്തപുരത്താണ് സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ബാക്കിയാകുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇതിനെതിരെ ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്ത് നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചത്, എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്? ഇതിനെതിരെ ഈ ഇടതുപക്ഷമല്ല അടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക നേതൃത്വം എന്നറിയപ്പെടുന്ന സാംസ്കാരിക നായകരൊക്കെ ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള കമന്റുകൾ ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. ഇതാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്നുള്ളത്. RSS ഫാസിസ്റ്റ് സംഘടനയാണോ അല്ലയോ എന്നുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ CPM അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തുഷാർ ഗാന്ധിയെ പോലെയുള്ള ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ ഇന്നും RSSനെ കാണുന്നു എന്നുള്ളതാണ് തുഷാർ ഗാന്ധിയെ ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തെയും RSS ഇപ്പോഴും ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്.
ഏതായാലും ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട RSSനെതിരായ പ്രതിഷേധങ്ങൾ തീർച്ചയായും ഉയർന്നു വരേണ്ടതുണ്ട്. ആ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളിലുമാണ് ഇന്ത്യയുടെ ഭരണഘടനയും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവും നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.